പുലർച്ചെ 4 മണിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശം തന്ത്രി കണ്ഠരര് രാജീവർക്ക് നൽകിയിരുന്നു. ഇതനുസരിച്ച് തന്ത്രി എത്തി. 4:30 മുതൽ അതീവ രഹസ്യ കേന്ദ്രത്തിൽ പുറം ലോകമറിയാതെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ഏറ്റവും ഒടുവിൽ ഉച്ചയ്ക്ക് 2:45 അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാനായി ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് തന്ത്രി എത്തിച്ചു. നിർവികാരനായി തന്ത്രി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്. വൈകുന്നേരത്തോടെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി തന്ത്രിയുമായി അന്വേഷണ സംഘം പുറത്തേക്ക്. ആദ്യമെത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി. വൈദ്യപരിശോധനയ്ക്കായി അകത്തേക്ക് കയറിയ തന്ത്രിയോട് ആവർത്തിച്ച് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും പ്രതികരിച്ചില്ല. വൈദ്യപരിശോധന കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ താങ്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, താങ്കൾ കുറ്റക്കാരനാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടായി. താൻ തെറ്റ് ചെയ്തിട്ടില്ല. താങ്കളെ കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് തലയാട്ടി മറുപടി. പിന്നാലെ തന്ത്രിയുമായി അന്വേഷണ സംഘം കൊല്ലത്തേക്ക്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ തന്ത്രിയെ 23 വരെ റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിലെത്തി എന്നുള്ള അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ തന്ത്രിയിൽ പോയി അവസാനിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തിന് കാവൽ നിൽക്കേണ്ട, അയ്യപ്പന്റെ പൈതൃകം സംരക്ഷിക്കേണ്ട തന്ത്രി തന്നെ അകത്താകുമ്പോൾ കേരളം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഗൗരവമുള്ള വകുപ്പുകളാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൽ മാത്രമാണോ അതോ സ്വർണ്ണക്കൊള്ളയിലും തന്ത്രിക്ക് പങ്കുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. കൊല്ലത്തു നിന്നും രാകേഷിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.